ജീവന്റെ വാക്യങ്ങൾ ജീവന്റെ വാക്യങ്ങൾ. ആ പഴയ കുന്നക്കുരുടി എന്ന നവമാധ്യമ വേദിയിൽ ഞാൻ കേട്ടത് നിങ്ങളോട് എന്ന ധ്യാനചിന്ത പരിപാടിയിലേക്ക് സ്വാഗതം. ആ പഴയ കുന്നക്കുരുടി എന്ന നവമാധ്യമത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരായ എല്ലാ കേൾവിക്കാർക്കും പ്രഭാത വന്ദനങ്ങളും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹ വന്ദനവും അറിയിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 40-ാം വാക്യം വായിക്കുന്നു. പിന്നെ അവൻ അവരോട്, നിങ്ങളിങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? നിങ്ങൾക്കിപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു. യേശു കർത്താവും ശിഷ്യന്മാരും ഗലീല കടലിലൂടെ സഞ്ചരിച്ചപ്പോൾ ഉണ്ടായ കാറ്റിനെ അമർച്ച ചെയ്ത് ശാന്തത വന്ന ശേഷം കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞതാണ് ഈ വാക്കുകൾ. പ്രകൃതിയുടെ മേലും പ്രകൃത്യാതീത ശക്തിയുടെ മേലും തൻ്റെ അധികാരം വെളിപ്പെടുത്തുന്നതാണ് ഈ രംഗം. ഗലീല കടലിൻ്റെ കിഴക്കൻ തീരമായ ഗദരേനരുടെ ദേശത്തേക്കാണ് അവർ പടകിൽ യാത്ര ചെയ്യുന്നത്. ആ യാത്ര അല്പം അധികം സമയത്തേക്കായിരുന്നതിനാൽ യേശു കർത്താവ് പടകിൻ്റെ അമരത്തിരുന്ന് ഉറങ്ങി. സമ്പൂർണ്ണ ദൈവ മനുഷ്യനായവൻ നമ്മെപ്പോലെ ക്ഷീണിച്ച് ഉറങ്ങി. ഈ സമയത്ത് വലിയ ചുഴലിക്കാറ്റ് ഉണ്ടായി. വെള്ളം കയറിയത് മൂലം പടക് മുങ്ങുമാറായി. ശിഷ്യന്മാർ ചഞ്ചലചിത്തരായി. ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? കർത്താവെ, രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. യേശുവിൻ്റെ സാന്നിധ്യമുള്ള സ്ഥാനത്തും കൊടുങ്കാറ്റ് ഉണ്ടായി പടക് മുങ്ങുമാറായി. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതയാത്രയിലും പലപ്പോഴും നാം ഇങ്ങനെ ചിന്തിച്ചിട്ടില്ലേ? ഞാൻ കർത്താവിനോട് കൂടുതൽ ചേർന്ന് ജീവിക്കാൻ ശ്രമിക്കും തോറും എൻ്റെ ജീവിതത്തിൽ അടിക്കടി പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ശിഷ്യന്മാരും ഇതേ ചിന്താഗതിയിലാണ് നിലവിളിച്ചത്. ആ നിലവിളിയിലൂടെ പ്രകടമായത് അവരുടെ ഭീരുത്വവും അവിശ്വാസവുമാണ്. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവാണ് ഞങ്ങളോട് കൂടെയുള്ളതെന്ന് അവർ വിശ്വസിക്കേണ്ടതായിരുന്നു. ആ കർത്താവിനോട് കൂടെ വെള്ളത്തിൽ താണുപോയാലും അവിടെ നിന്നും ഉദ്ധരിപ്പാൻ ശക്തിയുള്ള സർവശക്തനായവനിൽ ഉറച്ച് വിശ്വസിപ്പാൻ അവർക്ക് കഴിയാതെ പോയി. നാമും ഈ വണ്ണം അവിശ്വസിച്ചു പോയ സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിട്ടില്ലേ? ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല എന്ന വാഗ്ദത്തം നാം മറന്നു പോയിട്ടില്ലേ? നാം ഏത് പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഈ കർത്താവിനെ പൂർണ്ണമായി വിശ്വസിക്കാം. അവൻ്റെ അമിത ബലത്തിൽ നമുക്ക് ആശ്രയിക്കാം. വാക്യം 39 നാം ശ്രദ്ധിച്ചാൽ, ശിഷ്യന്മാരുടെ നിലവിളി കേട്ട് ഉണർന്ന കർത്താവ് കാറ്റിനെ ശാസിച്ചു. കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. സൃഷ്ടാവിൻ്റെ മുമ്പിൽ പൂർണ്ണമായി അനുസരണം കാണിച്ച് കടൽ അടങ്ങി, കാറ്റ് അമർന്നു, വലിയ ശാന്തതയുണ്ടായി. നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിൻ്റെ ശക്തി വ്യക്തമായി തെളിയിക്കപ്പെട്ട മറ്റനേകം ഭാഗങ്ങൾ പഴയ നിയമത്തിലും കാണുവാൻ നമുക്ക് കഴിയുന്നു. ഇവിടെ കാറ്റിനെ ശാസിച്ച കർത്താവ് പുറപ്പാട് 14:21 നാം ശ്രദ്ധിച്ചാൽ, തൻ്റെ ജനത്തിന് ചെങ്കടൽ കടന്നു പോകുവാൻ ഉണങ്ങിയ നിലം ഒരുക്കേണ്ടതിന് മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റടിപ്പിച്ച് വെള്ളത്തെ വേർപിരിച്ച് ഉണങ്ങിയ നിലമുണ്ടാക്കി. തൻ്റെ ജനം അതിലൂടെ നടന്ന് അക്കരെ കടന്നു. യഹോവയായ ദൈവം ചെയ്തതുപോലെ പ്രകൃതി ശക്തികളെ തനിക്കായി ഉപയോഗിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന സർവശക്തനായ ദൈവമാണ് താനെന്ന് കർത്താവ് ശിഷ്യന്മാരെ ബോധ്യപ്പെടുത്തി. സർവജ്ഞാനിയായ കർത്താവ്
എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആ കർത്താവിന് അറിയാമായിരുന്നു. എന്നാൽ ശിഷ്യന്മാരുടെ ആശ്രയത്തെയും വിശ്വാസത്തെയും പരിശോധിക്കുകയായിരുന്നു കർത്താവ് ഈ സംഭവത്തിലൂടെ. ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞ ശിഷ്യന്മാർക്ക് വേണ്ടി കർത്താവ് ഈ അത്ഭുത പ്രവൃത്തി നിവർത്തിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. അന്ന് ശിഷ്യന്മാർ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൽ നേരിട്ട് ആ പ്രവൃത്തി ദർശിച്ചുവെങ്കിൽ ഇന്ന് നമ്മുടെ ജീവിതങ്ങളിലും ഈ സർവശക്തൻ്റെ അത്ഭുതകരമായ ഇടപെടലുകൾ കരുതുന്ന കരത്തിൻ്റെ പരിപാലനം അനുഭവിച്ചിട്ടുള്ളവരല്ലേ നാമും? അവിശ്വാസികളും ഭീരുക്കളുമായി തീർന്ന ശിഷ്യന്മാരോട് കർത്താവ് സംസാരിക്കുന്നത് അവരുടെ ഭയമകറ്റി സംരക്ഷണ ചെയ്ത ശേഷമാണ്. നമ്മെ നന്നായി അറിയുന്ന കർത്താവ് എത്രയോ വട്ടം നമ്മെയും ഈ നിലയിൽ സംരക്ഷണ ചെയ്ത് കരുതി നടത്തിയതിന് ശേഷം തൻ്റെ വചനത്തിലൂടെ നമ്മോട് സംസാരിച്ചിട്ടുണ്ട്. ശിഷ്യന്മാർ യേശുക്രിസ്തുവിൻ്റെ മഹത്വവും സർവശക്തിയും കണ്ട് ഭയപ്പെട്ടു. കർത്താവിൻ്റെ വാക്കിനെ അനുസരിച്ച പ്രകൃതിയെ കണ്ടപ്പോൾ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവാണ് തങ്ങളുടെ ഗുരു എന്ന് അവർ കണ്ടു. അവർ ഭയപ്പെട്ടു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതയാത്രയിൽ അനവധി കാറ്റും കോളും വന്നടിച്ചാലും ഈ പടകിൻ്റെ അമരക്കാരൻ കർത്താവായിരിക്കയാൽ നമുക്ക് ധൈര്യപ്പെടാം. കഴിഞ്ഞ നാളുകളിലേക്ക് തിരിഞ്ഞു നോക്കി നമ്മെ നടത്തിയ വിധങ്ങളെ നമുക്ക് ഓർക്കാം. ദൈവമഹത്വം ദർശിച്ച നാം ദൈവത്തിന് കൊടുക്കേണ്ട പ്രഥമ സ്ഥാനം ജീവിതത്തിൽ നൽകുവാനായിട്ട് ഇടയായിട്ടുണ്ടോ എന്ന് നമുക്ക് യഥാർത്ഥമായി നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം. പടക് ശാന്തമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ നോട്ടവും അന്വേഷണവും ഉയരത്തിലുള്ളത് വിട്ട് ഈ ഭൂമിയിലെ കാര്യങ്ങൾക്കായി പോയിട്ടില്ലേ? ശിഷ്യന്മാരെ പോലെ നാമും കർത്താവിൻ്റെ മഹിമ കണ്ട സാക്ഷികളായി അവൻ്റെ അമിത ബലത്തിൽ ശക്തിപ്പെട്ട് വിശ്വാസ ജീവിതം മുന്നോട്ട് നയിക്കാം. അതിനായിട്ട് വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും സഹായിക്കുമാറാകട്ടെ. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.